നേച്ചർ എന്നാ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ജോലി ഉണ്ടായിരുന്നു. പഴയ കാലത്ത് യൂറോപ്പിലൊക്കെ ആയിരുന്നു പണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിരുന്നു ഈ ഒരു ജോലി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവർക്കായിരുന്നു ഇത്തരത്തിലുള്ള ഇത് ഒരുപാട് അടിമകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. സോ അതിൽ അവരുടെ അടിമ നല്ല ബുദ്ധിയുള്ള നല്ല ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാൾ അവർ തിരഞ്ഞെടുക്കും. അതിനുശേഷം ഇന്നത്തെ ഒരു PA അല്ലെങ്കിൽ അസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇതിൽ നിന്നാണ് ഉത്ഭവിച്ചത് പോലും കേട്ടോ. അതായത് അവരെ ഇത്തരത്തിൽ എവിടേക്ക് പോകുന്ന അല്ലെങ്കിൽ അവർ തൻ്റെ യജമാനെ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ ആരൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നു അവരോടൊപ്പം ഈ ഒരു ചങ്ങായി ഒരു അടിമ എപ്പോഴും തന്നെ പോകണം. അതിൽ ആരെയാണോ മീറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഏതെങ്കിലും പണക്കാരനെ മീറ്റ് ചെയ്തതിനാൽ ആളുടെ പേര്, ആള് എന്താണ് പറയുന്നത്, ആളായിട്ടുള്ള ഡീൽ എന്താണ്, അങ്ങനെ ഒരു കാര്യങ്ങൾ തന്നെ ബുദ്ധിയിൽ തന്നെ ഓർത്തിരിക്കണം. അത് നല്ലതിൽ എന്താ പറയുക ഓർത്ത് അതിൽ ചിന്തിക്കാനായിട്ടുള്ള നല്ലതിൽ എപ്പോഴും തന്നെ അതൊരിക്കലും മറക്കാൻ പാടില്ല. അത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തന്നെ മോലാളി ചിലപ്പോൾ ചോദിക്കും അന്ന് നമ്മൾ ഇയാളെ കണ്ടിന്യൂ ചിലപ്പോൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇയാളുടെ പേരെന്തേനും ഇയാൾ എന്തേലും നമ്മളോട് പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഭയങ്കര ശിക്ഷയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താ അടിമയാണ്, സോ കൊല്ലുന്ന രീതികൾ പോലും ഉണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ഒരു PA അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഉള്ള ഒരു സംഭവം എല്ലാം തന്നെ ആക്ച്വലി ഇതിന്നാണ്, ഈ ഒരു ജോലി നിന്നാണ് പിന്നീട് ഉത്ഭവിച്ചത്. അതായത് അന്ന് അടിമത്തമായിരുന്നു, എന്നാൽ ഇന്ന് അടിമത്തമല്ല എന്ന് മാത്രം.